ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഈ കാലഘട്ടം പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടമാണ്. എന്തിനെല്ലാം വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം? നമ്മുടെ വ്യക്തിപരമായ അനേകം നിയോഗങ്ങൾക്ക് വേണ്ടി അനുദിനം പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ഈ കാലഘട്ടം നമ്മൾ വളരെയധികം പ്രാർത്ഥിക്കേണ്ട ഒരു മേഖല നമ്മുടെ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിനു വേണ്ടി, തമ്പുരാൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ വലിയ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ട് നമ്മൾ ഈ കാലഘട്ടത്തിൽ സ്വയം ചോദിക്കണം, ദൈവമേ, ഞാൻ എൻ്റെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഒരു കുടുംബമാണ്. ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയും ഒരു കുടുംബമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ സഭയിലേക്കും നമ്മുടെ രാജ്യത്തിലേക്കും ദൈവം അനവധിയായ അനുഗ്രഹങ്ങൾ വർഷിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം കടന്നു വരണമെങ്കിൽ ദൈവജനമായ നാം എല്ലാവരും ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി, കർത്താവേ, ഞങ്ങളുടെ സഭയുടെ മേൽ, കർത്താവേ, ഞങ്ങളുടെ രാജ്യത്തിന് മേൽ കരുണയാകണമേ എന്ന് പ്രാർത്ഥിക്കണം. 107-ാം സങ്കീർത്തനം 19-ാം വചനം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുകയാണ്. വചനം പറയുന്നു, അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു, അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. 107-ാം സങ്കീർത്തനം 19-ാം വചനം പറയുന്നത് പോലെ ഇന്ന് ദൈവജനം അനേക ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ താമസിക്കുന്ന ദേശത്തോ നമ്മൾ വസിക്കുന്ന സ്ഥലത്തോ നമുക്ക് അതിയായ വലിയ ഞെരുക്കങ്ങളൊന്നും അനുഭവപ്പെടുന്നില്ല എങ്കിൽ ഇന്ന് പ്രതിസന്ധി അനുഭവിക്കുന്നവരില്ല എന്ന് നമ്മൾ കരുതരുത്. ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് വചനം പറയുക, തങ്ങളുടെ ജീവിതത്തിൽ കഷ്ടത വന്നപ്പോൾ അവർ കർത്താവിനോട് എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? നിലവിളിച്ച് പ്രാർത്ഥിച്ചു എന്ന വചനം പറയുക. അവിടെ നമ്മുടെ അനുദിന ജീവിതത്തിൽ മുട്ടുമേൽ നിന്ന് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തിനെ സമർപ്പിച്ച്, നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ച്, നമ്മുടെ സഭയെ സമർപ്പിച്ച് ഈ ദിനങ്ങളിൽ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി കരുണക്കൊന്ത ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. വീണ്ടും വചനം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. 34-ാം സങ്കീർത്തനം 6-ാം വചനം പറയുന്നു, ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് എല്ലാം കേട്ടു. ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, നമ്മൾ ദൈവമേ എന്ന് നിലവിളിച്ചാൽ ഈ നിലവിളി കേൾക്കുന്നവനാണ് ആര്? നമ്മുടെ ദൈവം. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ വചനം പറയുക, ഞാൻ നിലവിളിച്ചു. ഞാനിന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് വചനം പറയുക, ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. അതുകൊണ്ട് ഈ കാലഘട്ടം ദൈവം കേൾക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ തമ്പുരാൻ്റെ മുമ്പിൽ ഒന്ന് നിലവിളിച്ചാൽ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ എന്നൊന്ന് കരഞ്ഞു വിളിച്ചാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. നമ്മൾ നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കും. മനുഷ്യൻ്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് നമ്മൾ തിരിച്ചറിയണം. വീണ്ടും വചനം പറയുന്നുണ്ട്, 34-ാം സങ്കീർത്തനം 6-ാം വചനം പറയുന്നു, ഈ കർത്താവ് നമ്മൾ നിലവിളിക്കുമ്പോൾ കേൾക്കുന്ന മാത്രം ദൈവമല്ല, മറിച്ച് നമ്മുടെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടിട്ട് എന്ത് ചെയ്യും? എല്ലാ കഷ്ടതകളിൽ നിന്ന്. ഈ വചനം മനസ്സിൽ കുറിച്ച് വെക്കണം കേട്ടോ. നമ്മൾ എളിയവരായി നമ്മൾ ദൈവമേ എന്ന് നിലവിളിക്കുമ്പോൾ കർത്താവ് ഈ നിലവിളി കേൾക്കുക എന്ന് മാത്രമല്ല, കർത്താവിൻ്റെ വചനം പറയുക, ദൈവം ഈ നിലവിളി കേട്ടിട്ട് നമ്മളിന്ന് അനുഭവിക്കുന്ന, നമ്മുടെ പ്രിയപ്പെട്ടവർ അനുഭവിക്കുന്ന, നമ്മുടെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന, അനേക ജനവിഭാഗങ്ങൾ അനുഭവിക്കുന്ന അവരുടെ കഷ്ടതകളിൽ നിന്ന് ദൈവം അവരെ എന്തു ചെയ്യും? രക്ഷിക്കുകയും ചെയ്യും എന്ന് വചനം പറയുകയാണ്. സാമുവേലിൻ്റെ 1-ാം പുസ്തകം 7-ാം അധ്യായം 8-ാം വചനം പറയുന്നു, ഇസ്രായേൽക്കാർ ഭയചകിതരായി മാറി. ഈ ഭയത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ മാത്രമല്ല കാണാൻ സാധിക്കുക, നമുക്ക് സഭയുടെ ആരംഭത്തിലും സഭയുടെ ആരംഭത്തിൻ്റെ മുമ്പും പഴയ നിയമം വായിക്കുമ്പോഴും പുതിയ നിയമം വായിക്കുമ്പോഴും ഈ ദൈവത്തിൻ്റെ ജനം ഭയചകിതരായി മാറുന്ന അനേകം കാലഘട്ടങ്ങൾ കാണാൻ സാധിക്കും. ഈ ഇസ്രായേൽക്കാർ ഭയചകിതരായി മാറിയത് എന്നതിനെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനം വീണ്ടും പറയുന്നു. ഫിലിസ്ത്യർ ഇവരെ ആക്രമിക്കുന്നു. ആ ഫിലിസ്ത്യരെ ആക്രമിക്കാൻ വരുമ്പോൾ, ശത്രുക്കൾ ഉപദ്രവിക്കാൻ വരുമ്പോൾ ഈ ഉപദ്രവം സഹിക്കാതെ വയ്യാതെ, ദൈവമേ, ഞങ്ങളിനി എങ്ങനെ മുന്നോട്ട് പോകും? ഞങ്ങളെങ്ങനെ ജീവിക്കും? ഞങ്ങളുടെ മക്കളെങ്ങനെ കഴിയും? ഞങ്ങളെങ്ങനെ വിശ്വാസം കാത്തു സൂക്ഷിക്കും? ഈ രീതിയിലെല്ലാം ഭയചകിതരായവർ മാറിയ അവസരത്തിൽ അവരെ ഭയപ്പെടുത്തുന്ന ഫിലിസ്ത്യരിൽ നിന്ന് തങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ ജനം എന്താണ് പറയുക? അവരെന്താണ് ചെയ്യുക?
അവർ ദൈവമായ കർത്താവിനോട് നിരന്തരം പ്രാർത്ഥിക്കണമേ എന്ന് സാമുവേലിനോട് അപേക്ഷിച്ചു. നമുക്ക് പല മേഖലയിലും ഭയമുണ്ടെങ്കിൽ, ഭയം കൊണ്ട് നമ്മൾ ചകിതരായി കഴിയുന്ന, ഒന്നും ചെയ്യാൻ സാധിക്കാത്തൊരു മേഖലയിൽ കഴിയുന്ന വ്യക്തിയാണെങ്കിൽ, ഈ ഭയമേഖലയിൽ നമുക്ക് വിടുതൽ കിട്ടുന്നത് നിരന്തരമായ ഒരു പ്രാർത്ഥനാ രീതിയിലൂടെയാണ്. അവിടെ നിന്ന് സഭയ്ക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കണം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ദിനങ്ങളിൽ ഇത് അനുഗ്രഹത്തിൻ്റെ ദിനങ്ങളാണ്. ഈ ദിനങ്ങൾ ശലോമിന് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തെ പ്രത്യേകമായി സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ സഭയെ പ്രത്യേകമായി സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ ദേശത്തെയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ പ്രത്യേകമായി നമ്മൾ കാഴ്ചവെച്ചുകൊണ്ട് സാധിക്കുന്നിടത്തോളം ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി കരുണ കൊന്ത ചൊല്ലി പ്രിയമുള്ളവരെ പ്രാർത്ഥിക്കണം. നമ്മുടെ ദൈവം കരുണയുള്ള ദൈവമാണ്. ഈ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ വ്യക്തിജീവിതത്തിലും കുടുംബത്തിലും വെളിപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ കരുണ കൊന്ത ചൊല്ലി ഈ ദിനങ്ങളിൽ പ്രാർത്ഥിക്കുന്നത്. ഈ ദിനങ്ങളിൽ നമ്മുടെ പ്രത്യേകമായ നിയോഗം നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി കരുണ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിരന്തരമായൊരു പ്രാർത്ഥന നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ദൈവം വലിയ വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ സഭാ കൂട്ടായ്മയിലേക്ക്, രാജ്യത്തിൻ്റെ ഓരോ മേഖലയിലേക്ക് ദൈവം ഭക്ഷിക്കും. വിശ്വസിക്കുക, നമ്മുടെ ദൈവം അനുഗ്രഹത്തിൻ്റെ ഒരു ദൈവമാണ്. അതുകൊണ്ടാണ് വചനം പറയുക. നെഹെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 9-ാമത്തെ അധ്യായം 28-ാം വചനം പറയുന്നു, ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി ദൈവജനം കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്ന ഇപ്രകാരമാണ്, അവിടുന്ന് പലതവണ അവരെ രക്ഷിച്ചു. അപ്പോൾ ദൈവം നമ്മെ രക്ഷിക്കാൻ, ദൈവം നമ്മുടെ സഭയെ ഉയർത്താൻ, ദൈവം നമ്മുടെ രാജ്യത്തെ ഉയർത്താൻ, നമ്മുടെ രാജ്യവും നമ്മുടെ സഭയും വലിയൊരു അനുഗ്രഹമായി ഉയർന്നു വരാൻ വേണ്ടി നമ്മൾ ദൈവമേ എന്ന് തമ്പുരാൻ്റെ മുമ്പിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തനം 2-ാമത്തെ അധ്യായം 21-ാം വചനം പറയുക, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. അതുകൊണ്ട് എല്ലാ മേഖലയിലും, നമ്മുടെ കുടുംബത്തിലും വ്യക്തിജീവിതത്തിലും നമ്മുടെ സഭയിലും രാജ്യം മുഴുവനും വെളിപ്പെടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കണം. അവിടെ ഈ ദിനങ്ങൾ പ്രാർത്ഥനയുടെ ദിനങ്ങളാക്കി നമുക്ക് മാറ്റാൻ സാധിക്കണം. ദൈവം ഒരുപാട് നമ്മെ ഉയർത്താൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. മിക്ക പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം 46-ാം വചനം പറയുന്നു, ശത്രുകരങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് കേണ് അപേക്ഷിക്കാം. ഈ ദിനങ്ങൾ കേണപേക്ഷിക്കാനുള്ള ദിനങ്ങളാണ്. നമ്മളും ദൈവത്തിരുമ്പിൽ കേണപേക്ഷിച്ചാൽ, ദൈവമേ എന്നൊന്ന് വിളിച്ചാൽ, ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, എവിടെയെല്ലാം ശത്രുകരങ്ങൾ നമ്മെ ചൂടുന്നു നിൽക്കുന്നുവോ, എവിടെയെല്ലാം ശത്രുക്കൾ നമ്മെ അപായപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുവോ, ആ മേഖലയിലെല്ലാം ദൈവമായ കർത്താവ് കടന്നു വന്ന് ശത്രുകരങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കും. ഈ വിശ്വാസത്തോടെ വേണം ഈ ദിനങ്ങളിൽ പ്രാർത്ഥിക്കാൻ. നമ്മുടെ ദൈവം നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ജനത്തിൻ്റെ മേഖലയിലേക്ക്, കുടുംബ മേഖലയിലേക്ക് അനുഗ്രഹം ഭക്ഷിക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ടാണ് വചനം പറയുക. 55-ാമത്തെ സങ്കീർത്തനം 16-ാമത്തെ വചനം പറയുന്നു, ഞാൻ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുന്നു, കർത്താവ് എന്നെ രക്ഷിക്കും. ഈ വചനം പല പ്രാവശ്യം മനസ്സുരുവിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുന്നു, കർത്താവ് എന്നെ രക്ഷിക്കും. അപ്പോൾ നമ്മൾ ദൈവത്തെ നിരന്തരമായി വിളിക്കുമ്പോൾ, ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി കരുണക്കൊന്ത നിരന്തരമായി ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ 55-ാമത്തെ സങ്കീർത്തനം 16-ാം വചനം നമുക്ക് നൽകുന്ന വലിയൊരു ഉറപ്പാണ് കേട്ടോ. ഞാൻ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ കർത്താവ് എന്നെ രക്ഷിക്കും. അവിടെ ഈ കാലഘട്ടം അനുഗ്രഹത്തിൻ്റെ കാലഘട്ടമായി മാറണം. എവിടെയെല്ലാം ജനം ഭയപ്പെട്ട് കഴിയുന്നവോ, എവിടെയെല്ലാം ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠയുണ്ടോ, എവിടെയെല്ലാം ജനം നിരാശപ്പെട്ട് കഴിയുന്നവോ, എവിടെയെല്ലാം ജനം ആകുലപ്പെട്ട് നാളെ എന്തായി മാറുമെന്ന് അസ്വസ്ഥപ്പെട്ട് കഴിയുന്നവോ, നമ്മൾ നിലവിളിച്ച് ദൈവത്തെ വിളിക്കുമ്പോൾ, കർത്താവേ എന്ന് വിളിക്കുമ്പോൾ, ആ ജനവിഭാഗങ്ങളിലേക്ക്, നമ്മുടെ കൂട്ടായ്മയിലേക്ക്, നമ്മുടെ സഭാ സംവിധാനങ്ങളിലേക്ക്, നമ്മുടെ രാജ്യത്തിൻ്റെ ഓരോ മേഖലയിലേക്ക് നമ്മുടെ ദൈവമായ കർത്താവ് കടന്നു വരും. അവിടെ ഈ ദിനങ്ങളിൽ ശക്തമായി നമുക്ക് പ്രാർത്ഥിക്കണം. ശാലോം ടെലിവിഷനോട് ചേർന്ന് ശാലോമിൻ്റെ പ്രേക്ഷകരെല്ലാം പ്രിയമുള്ളവരെ ഈ ദിനങ്ങളിൽ അതിശക്തമായിട്ട് കരുണക്കൊന്തയിൽ പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളങ്ങേ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് സ്വർഗം തുറക്കണമേ, ഞങ്ങളുടെ ഭയം എടുത്ത് മാറ്റണമേ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ എല്ലാ ജനവിഭാഗങ്ങളെയും സുരക്ഷിതരായി സംരക്ഷിക്കണമേ എന്ന് നമ്മൾ നല്ല ദൈവത്തെ വിളിച്ച് നിരന്തരമായി പ്രാർത്ഥിക്കണം. ഇനിയുള്ള കരുണക്കൊന്തയിൽ ഈ നിയോഗം വെച്ചുമ്പോൾ പ്രാർത്ഥിക്കുക.
ഓർക്കണമേ, നമ്മൾ ദൈവമേ എന്ന് വിളിച്ചാൽ, നിരന്തരമായി വിളിച്ചാൽ, നമ്മൾ കരഞ്ഞാൽ ആ പ്രാർത്ഥന കേട്ട് നമ്മെ അനുഗ്രഹിക്കുന്ന, നമ്മെ രക്ഷിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഒരു കൂടി ഓർക്കണമേ, 55-ാം സങ്കീർത്തനം 16-ാം വചനം പറയുന്നു, ഞാൻ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുന്നു, കർത്താവ് എന്നെ രക്ഷിക്കും. ഈശോ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ 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 കർത്താവേ, നീ പരിശുദ്ധൻ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യേശ്വരയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിക്കുയോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യേശ്വരയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനുഗ്രഹിക്കുവാനാഗതനായിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യേശ്വരയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ കരുണയുടെ ജപമാലയിൽ ഭാരതത്തെയും ഭാരത സഭയെയും പ്രത്യേകം കർത്താവിൻ്റെ കരുണയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഭാരതം മുഴുവൻ യേശുവിനെ അറിയാൻ, അവിടുത്തെ വചനം നിറയുവാൻ, ദൈവത്തിൻ്റെ ആത്മാവ് ഭാരതം മുഴുവൻ സഭയിലൂടെ വ്യാപിക്കുന്നതിന് വേണ്ടി, നിറയുന്നതിന് വേണ്ടി ഈ കരുണയുടെ ജപമാലയിൽ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങേ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് കാഴ്ചയെ സമർപ്പിക്കുന്നു.
ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങേ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനാഥനുമായ കർത്താവീശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് കാഴ്ചയായി സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങേ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ കർത്താവീശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് കാഴ്ചയായി സമർപ്പിക്കുന്നു.
ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങേ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനാഥനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് കാഴ്ചയായി സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങേ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് കാഴ്ചയായി സമർപ്പിക്കുന്നു.
ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ നമുക്കൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതനിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
ആമേൻ.